മക്കളെ, എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. ഓണം എക്സാം ഇതാ അടുത്ത് വരികയാണ്. അതിൻ്റെ ടെൻഷൻ ആയിരിക്കും ഇപ്പം എല്ലായിടത്തും അല്ലേ. സ്കൂളിൽ ഇങ്ങനെ മോഡൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുറത്തുനിന്നുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. SSLC കയറിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ചില്ലറായിട്ട് നമ്മൾ വെറുതെ വളഞ്ഞാൽ പോരാ. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം ലെവലിലേക്ക് വന്നു, SSLC ഒക്കെ ആയി, ഞാൻ പഠിക്കുന്നതൊക്കെ ശരിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതിയോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്ന ഒരു എക്സാമാണ് ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എക്സാമിൽ നമ്മൾ എഴുതുമ്പം എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ബോർഡ് എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും ഓക്കെ ഇത്രയും സബ്ജക്റ്റിൽ ഇത്രയും മാക്സിമം പഠിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ഓണം എക്സാം നല്ലോണം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ. അപ്പോൾ ബയോളജിയുടെ കേസിലേക്ക് വരുമ്പം ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, മിസ്സേ എത്ര ചാപ്റ്റർ പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ അല്ലേ. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് മിസ്സ് പറയാൻ പോകുന്നത്. നമ്മുടെ ബയോളജിയിൽ നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നമ്മുടെ ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ്, അറിയാനും പ്രതികരിക്കാനും. രണ്ടാമത്തേത് വിൻഡോസ് ഓഫ് നോളജ്, അതായത് അറിവിൻ്റെ വാതായനങ്ങൾ. മൂന്നാമത്തേത് കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, അതായത് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. ഈ 3 ചാപ്റ്ററും നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ 3 ചാപ്റ്ററിലും ഫിഗേഴ്സ് കുറേ ഉണ്ട് പഠിക്കാൻ, കുറേ പുതിയ ടേംസുകളുണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ വരെ പഠിക്കാത്ത പുതിയ ടോപ്പിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്രയും എഫേർട്ട് എടുത്ത് പഠിക്കണം. മാത്രമല്ല ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്ന 3 ചാപ്റ്ററാണ് നമ്മൾ ഈ ഓണം എക്സാമിന് പഠിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം വെൽ സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോർഡ് എക്സാമിന് നിങ്ങൾക്കൊന്ന് വായിച്ച് റിവൈസ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഈ ഓണം എക്സാമിന് ഈ 3 പോർഷൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. നമ്മുടെ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം, അതുപോലെ തന്നെ നെർവസ് ഡിസോർഡേഴ്സ്, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്ലക്സ് ആർക്ക് ഷുവർ ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ പാഠത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഓരോ സെൻസ് ഓർഗൻസ്, ഐൻ്റെ സ്ട്രക്ചറും ഇയറിൻ്റെ സ്ട്രക്ചറും രണ്ടും നിർബന്ധമായിട്ടും പഠിക്കണം. അതുമാത്രമല്ല നമ്മൾ പഠിക്കുന്ന 5 സെൻസ് ഓർഗൻ്റെയും ആ ഒരു സെൻസ് ഓഫ് സൈറ്റ്, ഹിയറിങ്, നമ്മൾ കാണുന്നത് എങ്ങനെ, കേൾക്കുന്നത് എങ്ങനെ, നമ്മുടെ സ്മെല്ല്, ടേസ്റ്റ്, ഇതിൻ്റെയൊക്കെ ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടില്ലോ, അതെല്ലാം ചോദിക്കും. ചെവിയുടെ കാര്യത്തിലാണെങ്കിൽ ബാലൻസിങ്ങിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ടും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ആണെങ്കിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും വരുന്നതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട് ചോദിക്കുന്നത്. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കാൻ കുറച്ച് പാടുപെടുന്ന ചാപ്റ്ററാണ്. കുറേ ഹോർമോൺസിൻ്റെ പേര് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡിസീസസും കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പം അതിൽ ഗ്ലൂക്കോസ് ലെവല്, കാൽഷ്യം ലെവല് പഠിക്കുന്ന ഹോർമോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ജൈൻജൈനിസം, ഭീമാകാരത്വമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫെറമോൺസ് കാര്യങ്ങൾ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായാലും വരുന്നതാണ്. അപ്പോൾ ഇത്രയും ലോഡ് കണക്കിന് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. എന്നാൽ കൂടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് റിവൈസ് ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അസ്ത്ര ബാച്ച്. നിങ്ങൾ ഓൾറെഡി ലോഞ്ചിൽ കണ്ടു കഴിഞ്ഞു നമ്മുടെ ക്രാഷ് കോഴ്സ്, അതുപോലെ റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും നേരെ അങ്ങോട്ട് വരിക. നിങ്ങൾക്ക് കുറേ പഠിക്കാനുണ്ടെങ്കിലും അതൊക്കെ സിമ്പിളായിട്ട് വളരെ ഫ്ലോ ചാർട്ടോടുകൂടെ ഇൻസ്റ്റൻറ്റ് നോട്ട്സിലൂടെയും കോൺസെപ്റ്റ് മാത്രം ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട്സ് ആക്കിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് വന്നാൽ. അപ്പോൾ ഈസി പീസി ആയിട്ട് പഠിക്കാം. ഓണം എക്സാമിന് ഫുൾ മാർക്കാണ് ബയോളജിക്ക് നേടേണ്ടതെങ്കിൽ നേരെ ബാച്ചിലേക്ക് വരിക. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കുന്നതിലും കൂടെ എഫേർട്ട് കുറച്ച് ഈസി ആയിട്ട് വളരെ ബുദ്ധിപൂർവ്വം പഠിക്കുക എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു മെമ്മറി പവർ കൂട്ടിക്കൊടുക്കുക, അതാണ് നമ്മുടെ ടാക്ടിക്. അപ്പോൾ ആ രീതിയിൽ പഠിച്ച് ഫുൾ മാർക്ക് തന്നെ ബയോളജിക്ക് നമുക്ക് നേടിയെടുക്കാം. സോ അടിപൊളിയായിട്ട് നമ്മൾ കട്ടയ്ക്ക് തന്നെ കൂടെ ഉണ്ടാകും. സോ സീ യു സൂൺ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് ബൈ ബൈ.